പിന്നെ 22-ാം തീയതിയാണ് പാർട്ടി തീരുമാനിച്ചത്. മങ്കട പിൻവലിക്കുകയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 23-ാം തീയതി പിൻവലിക്കുകയും ചെയ്തു. പാർട്ടി പിൻവലിക്കാൻ പറഞ്ഞു, അത് പിൻവലിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മങ്കടയിലെ STP സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ CH അഷ്റഫ് അദ്ദേഹം സ്ഥാനാർത്ഥി പിൻവലിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ മീഡിയ വണ്ടപ്പം ചേരുകയാണ്. സ്ഥാനാർത്ഥിയായിരുന്നു, മത്സരരംഗത്ത് ഉണ്ടാകുന്ന നേരത്തെ അറിയിച്ചിരുന്നു, പക്ഷേ അവസാന നിമിഷം പിൻവലിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ പിൻവലിക്കുന്നത്? അല്ല, പാർട്ടി പല 111 സ്ഥലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് അത് സ്റ്റേറ്റ് സ്ക്രീൻ ചെയ്യുകയും അതിൻ്റെ നാഷണൽ കമ്മിറ്റി അംഗീകാരം നൽകുകയും ചെയ്തു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ചില മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൽ മങ്കട ഉൾപ്പെട്ടിരുന്നു. മങ്കടയും മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. കാൻഡിഡേറ്റ് എന്നോടാണ് പാർട്ടി പറഞ്ഞത്, നമ്മൾ കൊടുത്തു. പിന്നെ 22-ാം തീയതിയാണ് പാർട്ടി തീരുമാനിച്ചത്. മങ്കട പിൻവലിക്കുകയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 23-ാം തീയതി പിൻവലിക്കുകയും ചെയ്തു. പാർട്ടി പിൻവലിക്കാൻ പറഞ്ഞു, അത് പിൻവലിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഇനി ആരെ പിന്തുണയ്ക്കുന്ന സംബന്ധിച്ചൊരു കൃത്യത വന്നിട്ടുണ്ടോ? അതിപ്പോൾ നമ്മൾ 100-ലേറെ സീറ്റുകൾ ഇപ്പം നമ്മൾ മത്സരിക്കാത്തതുണ്ട്. അവിടെ മൊത്തത്തിലൊരു തീരുമാനം പാർട്ടി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പല മണ്ഡലങ്ങളിലും പല സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ തീരുമാനം വരും എന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നിലവിലിപ്പോൾ മങ്കടയുടെ ഒരു സാഹചര്യം വെച്ച് ആരെ പിന്തുണയ്ക്കാനായിരിക്കും സാധ്യത? അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിപ്പോൾ മഞ്ചേശ്വരം തന്നെ പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചല്ലേ, പിന്നല്ല ഇപ്പോൾ മത്സരിക്കേണ്ട തീരുമാനിക്കണത്. അത് പാർട്ടിക്ക് പല ഘടകങ്ങളും പിന്നെ ചർച്ചയിൽ വരും. അതിനനുസരിച്ച് തീരുമാനം ഉണ്ടാകുമ്പോഴാണ് പറയാം. ഈ പിൻവലിക്കുന്ന മണ്ഡലങ്ങളിൽ പൊതു സ്വതന്ത്രരെ പിന്തുണയ്ക്കാം എന്നൊരു തീരുമാനം പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പറയേണ്ടതാണ്. ഇപ്പം ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു സ്വതന്ത്രനാണ് ചിലയിടത്തുള്ളത്. അല്ല, ഇവിടെ LDF സ്വതന്ത്രനാണ്. വേങ്ങരയും LDF സ്വതന്ത്രനാണെന്നൊക്കെ കേൾക്കണത്. അപ്പോൾ അത് മൊത്തത്തിൽ ഇനി വേറെ എവിടെയെങ്കിലും സ്വതന്ത്രന്മാരുണ്ടോ എന്നൊക്കെ അതൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ചും പാർട്ടി ആലോചിക്കും. മൊത്തം സ്റ്റേറ്റിന് ഇത്രയും മണ്ഡലമുണ്ട്, 104 മണ്ഡലം ഉണ്ടല്ലോ ഇപ്പോൾ ഇനി. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും ഓരോ ആളുകൾ ബന്ധപ്പെടുന്നതനുസരിച്ചും പാർട്ടിയുടെ സൗകര്യത്തിനനുസരിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ആർക്കാണ് പിന്തുണ കൊടുക്കേണ്ടത് പാർട്ടി തീരുമാനിച്ചാൽ അതിനനുസരിച്ചായിരിക്കും തീരുമാനം ഉണ്ടാകുക. നേതൃത്വം പ്രാദേശിക കമ്മിറ്റികളെയോ നേതാക്കന്മാരെയോ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ആരെ പിന്തുണയെ സംബന്ധിച്ചൊക്കെ? അത് ആയിട്ടില്ല. അത് പെട്ടെന്ന് ഇനിയിപ്പോൾ ആയിട്ടില്ല. അത് പിന്നെ ഉണ്ടാകാരം. കാരണം ഞാനിപ്പോൾ അത് പിൻവലിച്ചത് 23-ാം തീയതി. ഇപ്പോൾ ഇതിൻ്റെ തിരക്കിലാണല്ലോ. ഇന്നലെ കോൺക്ലേവ് ചെയ്യുന്നു ഇവിടെ കോട്ടയത്ത്. നേതാക്കന്മാരൊക്കെ അവിടെ ആയിരുന്നു. ഇനിയിപ്പോൾ അത് വിളിക്കായിരിക്കും. ഓരോ ജില്ലകളിലും നേതാക്കന്മാരെ വിളിക്കായിരിക്കും. ഈ പ്രാദേശിക നേതൃത്വത്തിന്റെ ഒരു മനസ്സ് ആരോടൊപ്പം നിൽക്കണം എന്നാണ് മങ്കടയിൽ? പ്രാദേശിക മനസ്സ് അതൊന്നും ഇവിടെ മത്സരിക്കണം എന്നാണ് ഉണ്ടായിരുന്ന താല്പര്യം ഉണ്ടെന്ന് എല്ലാവർക്കും. പക്ഷെ അത് പാർട്ടികൾ വലുത്. പാർട്ടി തീരുമാനിച്ചു മത്സരിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ പാർട്ടി പിൻവലിക്കുകയും ചെയ്തു. ഇപ്പം പാർട്ടി മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് പിൻവലിച്ചു. അപ്പം നമുക്ക് പ്രാദേശികമായിട്ട് ഇന്നാളെ സപ്പോർട്ട് ചെയ്യാമെന്നൊരു തീരുമാനം സമ്മിശ്രമാണല്ലോ. പാർട്ടി തീരുമാനിച്ചാൽ അതിനോട് പാർട്ടിയൊപ്പം കൂടുതൽ ചെയ്യും എല്ലാവരും. പാർട്ടി ആരെ പിന്തുണയ്ക്കെന്ന് പറഞ്ഞാൽ അവർ അവിടെ നിൽക്കും. പ്രാദേശികമായ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. മംഗള പ്രശ്നങ്ങളൊന്നുമില്ല. LDF സ്വതന്ത്രന് പിന്തുണയ്ക്കുമെന്നുള്ള ആയിരുന്നു കേട്ടിരുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ അലിക്കാൾ പിന്തുണച്ചിരുന്നത് പാർട്ടി ഇവിടെ കഴിഞ്ഞ തവണ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിപ്പോ പാർട്ടി എന്താ തീരുമാനിക്കും നമുക്കറിയില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് തീരുമാനം ഉണ്ടാവും. ഒരു വലിയൊരു വോട്ട് ഷെയർ ഉണ്ടോ ഈ മണ്ഡലത്തിൽ? നമുക്ക് വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി കുറെ ഡെവലപ്പ് ആയിട്ടുണ്ട്. നമുക്ക് 5,000-6,000 വോട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഈ പ്രാദേശികമായ അപ്പം ഈ സ്വതന്ത്രനെ പിന്തുണയ്ക്കാനായിരിക്കും ഒരു സാധ്യത കാണുന്നതല്ലേ? സാധ്യത അങ്ങനെ ഉറപ്പില്ല ഒരിക്കലും. കാരണം അവൻ മുസ്ലിം ലീഗിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പം ഇനി പാർട്ടി ആ ആംഗിളിൽ എങ്ങനെ ചിന്തിക്കുക നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ പല പല ഘടകങ്ങളും ആലോചിക്കുമല്ലോ. ഇങ്ങനത്തെ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടെന്നൊക്കെ ആലോചിക്കുമല്ലോ. ആദ്യം ഫസ്റ്റ് തന്നെ ഒരു പൊതു സ്വാതന്ത്ര്യം എന്ന രീതിയിൽ നമ്മൾ പൊതു നയമുണ്ടായിരുന്നു. പൊതു സ്വാതന്ത്ര്യന്മാരാരെങ്കിലും അതിൻ്റെ അനുസരിച്ച് കുറിപ്പിനെ നമ്മൾ സൂചിപ്പിച്ചത്. കുറിപ്പിനെ നമ്മൾ പിന്തുണക്കാം എന്ന ധാരണ മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങളിലൊക്കെ അന്ന് പ്രഖ്യാപിച്ചതല്ലോ KN കുറിപ്പ് തന്നെ. അപ്പോൾ അതിന് ആരോഗ്യകരമായ കാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ 86 ഏജായി. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ പ്രയാസമാണ്. പിന്നെ ചിലപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ ഡോക്ടറൊക്കെ അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്തു ഇപ്പം നല്ലതല്ല എന്നുള്ളത്. അങ്ങനെ പൊതു സ്വാതന്ത്ര്യം എന്ന രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ സാധ്യത നോക്കിക്കൊണ്ട് നമ്മൾ പിന്തുണക്കാം എന്ന് മൊത്തത്തിൽ ആദ്യം ഉണ്ടായിരുന്നു.
ഇപ്പം ഇത് പിൻവലിച്ചതോടുകൂടി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ബന്ധപ്പെട്ടിരുന്നോ പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു? ഇല്ല, ആരും ബന്ധപ്പെട്ടില്ല. നേതൃത്വത്തെയോ ആരെയും ബന്ധപ്പെട്ടില്ല. അതിന് നേതൃത്വം ബന്ധപ്പെട്ട് എനിക്ക് അറിയില്ല. പ്രാദേശിക നേതൃത്വ പഞ്ചായത്ത് ഇല്ല ബന്ധപ്പെട്ടില്ല. ഇല്ല ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ബന്ധപ്പെട്ടാൽ അക്കാര്യം ബന്ധപ്പെട്ട നമ്മള് സ്റ്റേറ്റിനെ അറിയിക്കും. അപ്പൊ അതിനനുസരിച്ച് ചർച്ചകൾ ഉണ്ടാവും. ഏതായാലും സ്ഥാനാർത്ഥിത്വം നേതൃത്വം ആവശ്യപ്പെട്ടു, സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം വേറൊന്നുമില്ല. പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്ന അനുസരിച്ച് തന്നെയാണ്. ഏതായാലും മങ്കടയിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനാണ് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് പിൻവലിക്കുന്നതെന്നുള്ളതാണ്. ഇനി ആരെ പിന്തുണയ്ക്കുമെന്ന് സംബന്ധിച്ച് പാർട്ടി നേതൃത്വം തന്നെ തീരുമാനം എടുക്കും. പ്രാദേശിക നേതൃത്വം അതിനൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ CH അഷ്റഫ് പറയുന്നത്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.